ഹലോ ഗൈസ്, ബാക്ക് ടു ഹസി വ്ളോഗ്സ്. അങ്ങനെ ഞാൻ നാളെ നാട്ടിലേക്ക് പോവാണ്. നാട്ടിലേക്ക് പോകുന്ന ടൈമിൽ ഇവരെ ആരും ഇവിടെ ഇല്ല. ഞാനൊരു 4 മണിക്കായിരിക്കും ഇറങ്ങും. ഇവരൊക്കെ ഡ്യൂട്ടിക്ക് പോണ ഒരു ഡ്യൂട്ടിയിലായിരിക്കും അല്ലേ? ഇതും ഞാൻ പോവാണ്. ഇനി നീ ആരും ഊക്കും വേണ്ടായിരുന്നു. ഞാനിനി ഒരു ദിവസമുള്ളൂ. ഇത് 2 മാസം മുമ്പ് തൊട്ടേ ഞാൻ കേൾക്കുന്നുണ്ട്. ഒരു ദിവസം അല്ല, 2 മാസമേ ഉള്ളൂ, 4 ആഴ്ചയുള്ളൂ, 3 ആഴ്ചയുള്ളൂ, 10 ദിവസമുള്ളൂ എന്ന് പറഞ്ഞാൽ. നമ്മള് പ്രവാസികൾ നാട്ടിൽ പോണ ദിവസം നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ദിവസങ്ങൾ ഇങ്ങനെ എണ്ണി വെക്കും. കലണ്ടറിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കും. ഓ, ഇനി ഇത്ര ദിവസം ഉണ്ട്, ഇനി ഇത്ര ദിവസം ഉണ്ട് പറഞ്ഞിട്ട്. ആ ഒരു അവസ്ഥ. സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, ഒക്കെപ്പാടെ ഒരുമിച്ച് വന്നൊരു ഫീല്. എന്താ സങ്കടം? സങ്കടം നിങ്ങളെയൊക്കെ വിട്ട് പോവല്ലേ. എന്തേലും പറയണ്ട? ഒന്നും പറയില്ല, വേഗം പോയിക്കോ. ബൈ ബൈ. സ്നേഹക്ക് പറയണ്ട? നമ്മള് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് നമ്മള് കുക്കിങ്ങിന്റെ തിരക്കിലാണ്. നമ്മളല്ല, ഞങ്ങള്. അയ്യോ, ഇവിടെ ഒരാള് പഴം പാട്ടുണ്ട്, മാഗി ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ റൂമില് 2 ഇൻട്രോവേർട്ട് ഒന്നുമില്ല. അവിടെ ഇപ്പൊ കിഴങ്ങ് അരിഞ്ഞോണ്ടിരിക്കുന്നവൾ ഇൻട്രോവേർട്ട് അല്ല, മറ്റവൾ ഇൻട്രോവേർട്ട് ആണെന്ന് പറയപ്പെടുന്നു. പറയപ്പെടുന്നല്ല, സ്വന്തമായിട്ട് ദിവസത്തിൽ 3 നേരം പറയും ഞാൻ ഇൻട്രോവേർട്ട് ആണ്. അപ്പൊ ഇതാണ് നമ്മളെ കിച്ചൺ. ഇവിടെ ഒരു പാർട്ടീഷൻ ഉണ്ട്, ഇവിടെ ഒരു പാർട്ടീഷൻ ഉണ്ട്. അത് 2 ബെഡ്റൂം ഒക്കെയാണ്. അറ്റത്തെയാണ് നമ്മളുടെ ബെഡ്റൂം. കാണാൻ പറ്റാത്ത ഒരു സ്ഥിതിയാക്കിയതുകൊണ്ട് കാണിക്കുന്നില്ല. നമ്മളുടെ ഐസ്ക്രീമിന്റെ റൗണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് മാഗി, നമ്മളുടെ സ്വന്തം മാഗി. നമ്മുടെ സ്വന്തം ഒന്നുമല്ല, എന്റെ സ്വന്തം. ഇത് കഴിഞ്ഞിട്ട് വേണം പ്രീത് വാട്ടിയ പഴം കഴിക്കാൻ. അത് കഴിഞ്ഞിട്ട് വേണം ഫാമി ഉണ്ടാക്കിയ ഉരുളക്കിഴങ്ങും ചോറും കഴിക്കാൻ. മാഗിന്റെ കൈപ്പുണ്യം ടേസ്റ്റ് ഉണ്ടോ? ഞാൻ നോക്കട്ടെ, കൈപ്പുണ്യം ഉണ്ടോ? കൈപ്പുണ്യം നോക്കി വരുമ്പോ ലാസ്റ്റ് ഇവിടെ ആൾക്കൊന്നും കിട്ടില്ല. ചൂടാണ് പറഞ്ഞാൽ നമ്മൾ കഴിക്കും. അവളുടെ മാഗിയാണ്. എന്താ നമ്മള് കഴിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്? അവള് നമ്മളുടെ അടുത്തൊന്നും കഴിക്കൂല. അവള് ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് നമ്മൾ ചോദിച്ചാലും അവൾക്ക് വേണ്ട. പക്ഷെ അവളുടെ അടുത്തുനിന്ന് നമ്മള് കഴിക്കും. അത് നമ്മള് ചോദിക്കത്ത് പോലുമില്ല, വലിച്ചു വാരി. കുത്തണ സ്പൂണില്ല? കുത്തണ സ്പൂണ് ഞാൻ കുത്തിയാ മതി. ഉള്ളത് ഒരാൾക്ക് കഴിഞ്ഞു പോയടിയ. അനീനാണ്, നാളെ പോവാണ്. എന്നാലും വിഷമം വരുന്നുണ്ട്. വീടെടുക്കാൻ അവളൊന്ന് കെട്ടിപ്പിടിക്കട്ടെ. അവളെങ്കിലും കരയുണ്ട്, വേറെ ആരും കരയുന്നില്ല. ഗൈസ്, അങ്ങനെ ഞാൻ നാളെ നാട്ടിൽ പോണതുകൊണ്ട് ഒന്ന് ത്രെഡ് ചെയ്യാൻ. പിരിയല്ലേ? പിരിന്ന് നമ്മളുടെ അവിടെ പറയാ. പാലക്കാടാണല്ലേ, കാട്ടുപ്രദേശം. പാലക്കാട് കാണുന്നവർക്ക് ഇവരുടെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ മെൻഷൻ ചെയ്യാം. നമ്മളുടെ പാലക്കാടിനെ പറ്റി കുറ്റം പറയുന്നവർക്ക് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. പാലക്കാട് എന്ന് പറയുന്നത് കാട്ടുപ്രദേശമാണ്. അല്ല, പാലക്കാട് is such a beautiful place. പാലക്കാട് അതിമനോഹരമായിട്ടുള്ളൊരു അങ്ങനത്തെ ഒരു സംഭവമാണ്. കുറേ പേര് മെസ്സേജ് ആക്കിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, വേക്കൻസി ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറയട്ടെ, ഞാനേ എങ്ങനെയോ പിടിച്ചു നിൽക്കാണ്. അല്ല പ്രീതോ? കുന്തം എന്താ പറയാ, ഇവിടെ വന്നിട്ട് അപ്ലൈ ചെയ്യണം. ഞാൻ പറഞ്ഞ ഇല്ല, ഇവിടെ ഉണ്ട്, ദുബായിലുണ്ട്. എന്റെ കയ്യിലില്ല. ഞാൻ കമ്പനി ഒന്നും നടത്തണില്ല. എന്നെ കൊണ്ട് പറ്റിയെങ്കിൽ ഞാൻ പ്രീതുവിനെ ഞാൻ വല്ല ജോലി മേടിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഇല്ല പ്രീതു? നാളെ ഈ സമയം ഞാൻ ഫ്ലൈറ്റിലായിരിക്കും. പ്രീതു? ഞാൻ നാളെ ഈ സമയം റൂമിലായിരിക്കും. അങ്ങനെ നാളെ പെട്ടിയൊക്കെ കെട്ടിയില്ലേ? പെട്ടി കെട്ടിയില്ലേ? പെട്ടി പാക്ക് ചെയ്ത്. പെട്ടി കെട്ടലില്ല അപ്പൊ. എനിക്ക് ഭയങ്കര നാളെ പോണേന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. പ്രീതു? നാട്ടിൽ പോകുന്നവർക്ക് എന്തും ആവാലോ, നമ്മളെ പോലെ ഇവിടെ ഇനി കഷ്ടപ്പെടുന്നവർക്കൊക്കെ അല്ലേ. ഞാൻ ഇപ്പൊ പറ, റൂമിൽ ആരുമില്ല. ഞാൻ പോണേന് മിസ് ചെയ്യണ്ട ഇല്ലേ? ക്യാമറ നോക്കി പറ. കരയോ? കരയൊന്നുമില്ല, കരയല്ല പ്രീതു, വെറുതെ കരി.
അത് നമ്മൾ യൂണിയനിലെ സഫാക്കിസ്, യൂണിയനിലുള്ളവർക്ക് ചിലപ്പോൾ സഫാക്കിസ് അറിയായിരിക്കില്ലേ, ഒരു മലയാളി റെസ്റ്റോറൻ്റ് ആണ്. അവിടുന്ന് നമ്മൾ ഗ്രില്ല് മേടിച്ചു. ഇനിയിപ്പോൾ നാളെ മുതൽ നാട്ടിലത്തെ ഫുഡാണ്. വരുമ്പോൾ ഞാൻ ഉണ്ടപ്പൊട്ടായിട്ട് വരും, സുന്ദരിമണിയായിട്ട് വരും. ഹസി വരുമ്പോഴത്തേക്ക് ഞാനൊക്കെ ഇവിടെ മാക്കാച്ചിനെ പോലെ ആവും തോന്നുന്നു. അങ്ങനെ ഞാൻ പോണത് പറയുന്ന മാതിരി ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല, സർപ്രൈസ് ആണ്. ഞാൻ വരികയാണ് പറയാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. പിന്നെ ലാസ്റ്റ് ഞാനിപ്പോൾ സെയിൽസ് കോർഡിനേറ്റർ ആയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, സെയിൽസ് കോർഡിനേറ്റർ. അപ്പോൾ എനിക്ക് ലീവ് ഇല്ല എന്നൊക്കെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോൾ വന്നിട്ട് 1 year ആയില്ലേ. അപ്പോൾ ഞാൻ സർപ്രൈസ് ആയിട്ടാണ് പോണത്. ഉമ്മ നെട്ടോ നെട്ടില്ലേ എന്ന് നമുക്ക് നാളെ അറിയുള്ളൂ. നാളെയല്ല, മറ്റന്നാളെ അറിയുള്ളൂ. കാരണം ഞാൻ നാളെ ഞെട്ടും. കാരണം അവർ നീ വരില്ല എന്നുള്ള പ്രതീക്ഷയിലല്ലേ ഇരിക്കുന്നത്. കാണുമ്പോൾ ഞെട്ടും. എന്തിനു വന്നു എന്ന് മാത്രം ചോദിക്കാണ്ടിരുന്നാൽ മതി. ഉറപ്പായും ചോദിക്കും. ആരാണ് ചോദിക്കുന്നതിനോട് നോക്കിക്കോ. തടി വെച്ചത് ചിലപ്പോൾ മനസ്സിലാവിയിരിക്കും. ആ ഞങ്ങള് വന്ന സമയത്തെ ഹസിയെ അല്ല ഇത്, ഇതിപ്പോ അൽ ഹസി. ഒരു ചെറിയൊരു വീഡിയോ ആണ്. നാട്ടിൽ പോണതിന് സന്തോഷത്തിലും എൻ്റെ റൂമിലുള്ളവർക്ക് സങ്കടവും നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ഒരു വീഡിയോ ആയിരുന്നു. നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, ബെല്ലടിക്കൂ. സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലടിക്കൂ. ഓക്കെ, ബൈ ബൈ.